ആരാ വർഗീസേ? ഡേവിഡാ? ആ വാടാമോനെ വാ. കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ. അവക്ക് ഈ പരാതി കുറച്ച് തന്നെയല്ലയോ. ഇതിപ്പോ സാറേ ആ കൊച്ചിനെ, എന്തോ എന്റെ പേര്, ആനി, അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെയാ. ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട്, സത്യത്തെ എനിക്കല്ലയോ. ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ. എന്നാണേലും സത്യ ഒരു ദിവസം വെളി വരുമല്ലോ. ഇനിയിപ്പൊ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ. പിന്നെ എന്നാത്തിനാ സബ് ജയിലിൽ വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത്? എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന്? ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയ്ക്ക് കാശ് കൊടുത്തത് എന്തിനാണെന്ന് നീ വേണ്ടാന്ന് പറയുന്നത്. ഇവൻ MC പോളിന്റെ ആടുതല്ലി മണ്ണന്തല വർഗീസ്, ഇവനാണ് ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത്. അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന്. MC പോളിന്റെ അനുവാദമില്ലാതെ മുള്ളാൻ മുണ്ടുപോക്കത്തില്ലേ വർഗീസ്? ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല. മോനെ കൊന്ന് ആരായാലും ഒരുപോലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം. പിളർന്ന് അസ്ഥിവാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി MC പോൾ തന്നെ ഒലിച്ചു താന്നോ മോനെ? ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ, ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോയത്? നിർത്താ, ഇനി ഓരോന്ന് വിളിച്ച് കൂവല്ലേ നീ. വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ. മങ്കം പിത്രവാട്ടൻ അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ. പോലീസിൽ ഇപ്പോഴും തത്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ട്. ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം. ദേവിടെ കുഞ്ഞെ, നീ പറഞ്ഞത് മുഴുവൻ സത്യമാ. എന്റെ മോനെ ആര് കൊന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആ പെങ്കൊച്ചിന് എല്ലാ കഥകളും അറിയാം. അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നി ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം. അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കന്റെ കുഴിതോടലാവും, അതോടെ നാറും. നീ പറഞ്ഞ അസ്ഥിവാരം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും. ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടിയാവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴികം കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെപ്പോലുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 30 കാശിന് ആ വിപ്ലവകാരിയെ ഒറ്റിക്കൊടുത്തവന്റെയും വിധി എഴുതി കൈ കഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്ക്. നസ്രാണികളുടെ ഇടയൻ, മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ. വർഗീസേ, അവനെ വാഴിക്കല്ലേ, വെച്ചു വാഴിക്കാൻ കൊള്ളുകലവൻ. മതി മതി ഈശോയെ, ഇതിപ്പോ എത്രാമത്തെയാ? മതി. ആണ്ട കിടക്കുന്നു. ചേട്ടാ, ഞാൻ എന്റെ കോട്ട ക്ലബിൽ നിന്ന് അടിച്ചോണ്ട് വരുമായിരുന്നില്ലേ? അപ്പോഴാ ഈ കുരിശിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എടാ കള്ളുകൂടിയും പോക്കറി, നിനക്ക് എന്നെ കാണണമെന്നുള്ള വിചാരമില്ല. ഞാൻ നാണമില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കാൻ വയ്യല്ലേ? എന്നതാടി ആനിയമ്മ നീ ഇങ്ങനെ? നീ ഇവിടെ അല്ലേ? ഓ, ഞാൻ കാണുമല്ലേ രണ്ടിന്റെ സ്നേഹം. നല്ല സ്നേഹവാ. എനിക്കറിയാൻ മേലെ ഇവിടെ ഇവിടെ പൊറുക്കുന്നത് എങ്ങനെയാന്ന്. സാറേ, ഒരു നൊഴി, ഒരു ചെറുത്, ഒരു 90. നല്ല വച്ചല്ലേ? ശരി, ഒരെണ്ണം. ഓ ചേടാ, ഇനി താമസേ. അയ്യടാ, ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടടാ മോനെ. ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണം അല്ലേ? എടാ സുഖ ജനറേറ്റർ ഇടാ. സുകുമാരാ, സുകുമാരാ, ഈ ചെറുക്കൻ എവിടെ പോയി? ഓ എന്നാ കറണ്ട് പോയത് കണ്ടില്ലേ? ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തിയിര്, തട്ടി തടഞ്ഞ് വീഴണ്ട. ഞാൻ പോയി ജനറേറ്റർ ഇടാം. ആ ഇന്ന് രാത്രി ശിവരാത്രി, നാളെ രാത്രി അർദ്ധരാത്രി. ഇച്ചായോ, ഇച്ചായോ, എന്നടാ? താഴോട്ട് ഇറങ്ങണ്ട, ഒരു ടീം അകത്തോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾ അകത്തോട്ട് പോയിക്കോ.
ഒന്നുമില്ല. വണ്ടി ഇറങ്ങ. ആ ഡി കെ എവിടെ? മോളിലുണ്ട്. എന്താ ഡി കെ ഇത്? ആരായിരുന്നു അവര്? എന്തായിരുന്നു ഉദ്ദേശം? ഉദ്ദേശം വെട്ടിക്കൊല്ലാൻ. കണ്ടില്ലേ ഒരുത്തൻ കിടക്കുന്നത്? വടിവാളിന് കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ. ചങ്കറപ്പുള്ളതുകൊണ്ട് ജീവൻ പോയില്ല. പിന്നെ ആരാണ്? പേരും മേൽവിലാസവും പറഞ്ഞ് ഷെയ്ക്കാൻ്റെ തന്നിട്ടല്ലോ കാശിന് കൊല്ലാൻ നടക്കുന്നതും പണി തുടങ്ങുന്നത്. സാറാ, ആനയെ കൊണ്ട് നീ ഒന്ന് വെളിയിലോട്ടല്ലടി. തമ്പി സാറേ, പുറത്തേക്ക്. എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാർ കൊടുത്തൊന്ന് ഇറങ്ങിയാൽ മതി. അതിനിനിയും സമയമുണ്ട്. പക്ഷെ എനിക്ക് അറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാ. അത് പറയാൻ തനിക്കേ കഴിയൂ രാജഗോപാലൻ. ഞാനോ? ഡി കെ, നീ എന്തായി പറയുന്നേ? നിന്നോട് മറച്ചു വെക്കാൻ എനിക്ക് എന്നതാടാ രഹസ്യം അളിയാ? വിളിക്കരുത് അങ്ങനെ. അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ. നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല ആ സൗഹൃദം. പറ രാജഗോപാല, ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല. ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത്? പുതുപ്പള്ളി താൻ മേടിച്ച തോട്ടം തമ്പാ ജോസഫിന്റെ അളിയേണ്ടതാ. അതെനിക്കറിയാം. പറ, ഏതൊക്കെയാണ് കണ്ണികൾ? ആ ചങ്ങല എവിടം വരെ നീളും? എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ ഡി കെ. നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട്. ഒരുപാട് കാലം കൊണ്ടുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തുകയ്ക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി. നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം. ആർക്ക്? തമ്പാൻ ജോസഫിന്. സുഹൃത്തുക്കളെ, ഇനി രണ്ടായി ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരില്ല സുഹൃത്തുക്കളെ. മങ്കമ്മ വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. നമ്മൾ ഇനി ഒന്നാണ് സുഹൃത്തുക്കളെ. ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ. നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മുടെ എല്ലാ ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു പ്രസ്താവന, അതിന്റെ മേലിൽ കെട്ടിപ്പിടിച്ചൊരു പടം. നാളത്തെ മെയിൻ സ്റ്റോറി എല്ലാ പത്രക്കാർക്കും അത് തന്നെയാവും. എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിലൊരു ധാരണയിൽ എത്തണ്ടേ? എന്തോന്ന് ഇത്ര വലിയ ധാരണ? ഇറങ്ങിപ്പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും. അത് പോരല്ലോ പോൾ സാറേ. ഞാൻ പഴയ സ്ഥാനവും മാനവും കിട്ടുമോ എന്നറിയാൻ വന്നതല്ലോ. വില പറയാൻ വന്നവനാ ഞാൻ, വിൽക്കാനല്ല. ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം പോൾ സാർ അവിടെ ഇരിക്കാൻ. വില പറയാനോ? നീയോ? എടവേ, രണ്ടു മുന്നണിയിൽ നിന്നും വെളിയിലായി ഇപ്പൊ ഏറിൽ നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭയ്ക്കുള്ളിലെ കുളിര് കൊള്ളണമെങ്കിൽ നിരുപാധികം ഈ കാലിൽ വീണ് ലയിക്കാം. കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു. അതെ MC പോൾ, കണ്ടീഷൻസ്. അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും. അതെന്താണെന്നൊന്ന് കേൾക്ക്, ചുമ്മാ. ഓ ആയിക്കോട്ടെ, തമ്പാൻ സാർ പറ. കടുത്തുരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി. ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ, ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ്, അതും റവന്യൂ. ചിരിച്ചു തള്ളാതെ പൊളച്ചായ ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട് കൈ വെച്ച തമ്പാൻ ജോസഫ് ഇരിക്കുന്നത്. നിങ്ങളുടെ കൂടും കുടുക്കിയും എല്ലാം കൂടെ വെട്ടാൻ പോകുന്ന തുറുപ്പ്.